അങ്ങനെ 2025 ഓണവും വന്നു. എത്ര പെട്ടെന്നല്ലേ 8 മാസങ്ങളൊക്കെ കടന്നുപോയത്. ഇത്തവണ ഓണം കാനഡയിൽ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പമായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ വിശേഷങ്ങളും അതൊക്കെ തന്നെയാണ്. കഴിഞ്ഞ വർഷമായിരുന്നു ഞങ്ങൾ കാനഡയിൽ എത്തിയത്. അതുകൊണ്ട് ഓണം വളരെ ചെറിയൊരു പരിപാടിയായിരുന്നു. എൻ്റെ ഹസ്ബൻഡും 2 ബേബീസ് ഏഡ്രിൻ ആൻഡ് ആബിഗേൽ, പിന്നെ ഞാനും അടങ്ങിയിട്ടുള്ളൊരു ചെറിയൊരു ഓണം. ബട്ട് ഇത്തവണ ഓണം കുറച്ചും കൂടി കളറാണ്. അപ്പോൾ ഞങ്ങളുടെ ഓണാഘോഷ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി ഈ വീഡിയോ ഇടുന്നത് ഓണമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. എന്നാലും ഇരിക്കട്ടെ, എല്ലാവർക്കും ഒരു ബിലേറ്റഡ് ഓണം വിഷസ്. എല്ലാവരും ഓണസദ്യയും 2-3 തരം പായസമൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് ഡ്രസ്സിങ്ങൊക്കെ ചെയ്ത് പൂക്കളവും ഇട്ട് ഇപ്പോൾ എല്ലാവരും ബാക്ക് ടു നോർമൽ അവരവരുടെ പ്രാരാബ്ധ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ടാവും. എന്നാലും ഞാൻ ഇപ്പോഴും ഓണം ആഘോഷിച്ചിട്ടുള്ള അതും അത്രയും അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ട് അതിൻ്റെ ഒരു ഹാങ് ഓവറിലാണ് ഇപ്പോഴും. ഇതുപോലൊരു ഓണം ഞാൻ എൻ്റെ കോളേജ് ലൈഫിലായിരിക്കും ആഘോഷിച്ചിട്ടുണ്ടാവുക. എനിക്ക് തോന്നുന്നത് നമ്മുടെ നാടൊക്കെ വിടുമ്പോഴായിരിക്കും ഇതുപോലുള്ള ഫെസ്റ്റിവൽസൊക്കെ ഇത്രയും എലാബറേറ്റ് ആയിട്ട് ആഘോഷിക്കുന്നത്. സദ്യ, ഓണപ്പാട്ട്, ഡാൻസ്, സുന്ദരിക്ക് പൊട്ടുതൊട, മ്യൂസിക്കൽ ചെയർ, വടംവലി, പിന്നെ ലാസ്റ്റ് ഒരു ഓണത്തല്ല്, അങ്ങനെയൊക്കെ ആയിട്ടൊരു നല്ല കളർഫുൾ ഓണം. ഓണം പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്ത് എൻ്റെ ഹസ്ബൻഡ് കളിക്കുന്ന ക്രിക്കറ്റ് ടീം മാർക്കം ചാലഞ്ചേഴ്സാണ്. ഞങ്ങൾ കാനഡയിൽ സ്കാർബ്രോയിലാണ് താമസം. അപ്പോൾ ആ ടീമിലെ പ്ലെയേഴ്സും അവരുടെ ഫാമിലീസൊക്കെ ആയിട്ടാണ് ഓണം ആഘോഷിച്ചത്. പരിപാടി ഒരു 10 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. എല്ലാവരും പതുക്കെ എത്തുന്നുണ്ടായിരുന്നുള്ളൂ. വന്നവർ ചെറിയ ഡെക്കറേഷനൊക്കെ ചെയ്യാൻ തുടങ്ങി. നല്ല കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് റെഡിമെയ്ഡ് പൂക്കളാണ് അവിടെ ഇട്ടത്. എല്ലാവരും നല്ല ഒരുങ്ങി നല്ല സുന്ദരന്മാരും സുന്ദരി മണികളൊക്കെ ആയിട്ടാണ് വന്നത്. വേറൊരു നാട്ടിൽ അങ്ങനെയൊക്കെ കാണുന്നത് ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് കേട്ടോ. എല്ലാവരും മേക്കപ്പ് ഒലിച്ച് പോണേക്കാളും മുന്നേ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചു. കാരണം ഫോട്ടോസാണ് മുഖ്യം ബിഗിലേ. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ചറപറാന്ന് ഓണ ഫോട്ടോസൊന്നും ഇട്ടില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അപ്പോൾ കുറേ ഫോട്ടോസും ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഫാമിലിയുടെ ഒപ്പം കുട്ടികളുടെ ഒപ്പമൊക്കെ കുറേ ഫോട്ടോസ് എടുത്ത് വെച്ചു. ഓണം 2025 ഓർമ്മയ്ക്കായി. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവരും എത്തി. ഫോട്ടോ സെഷനും വിശേഷം പറച്ചിലും ഒക്കെ കഴിഞ്ഞ് 1 മണിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒട്ടും സമയം കളയാതെ നമ്മുടെ മെയിൻ ഐറ്റം ഓണസദ്യയിലേക്ക് കടന്നു. ഓണസദ്യ അറേഞ്ച് ചെയ്ത് കേരള കഫേ ആയിരുന്നു. സ്കാർബ്രോയിൽ അത്യാവശ്യം നല്ല റേറ്റിങ്ങും റിവ്യൂസൊക്കെ ഉള്ള റെസ്റ്റോറൻ്റാണ്. പിള്ളേർ നോക്കുന്ന തരത്തിൽ എത്ര കൂട്ടം ഐറ്റംസ് ഉണ്ടായിരുന്നു എന്ന് കൗണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ബട്ട് ഓണസദ്യ വാസ് ഗുഡ്. 2 തരം പായസവും ഉണ്ടായിരുന്നു. അങ്ങനെ സദ്യയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടായിരുന്നു കലാപരിപാടികൾ. ആദ്യം തന്നെ കുട്ടികളുടെ ഡാൻസ്, പിന്നെ വലിയവരുടെ നല്ല തകർപ്പൻ ഡാൻസൊക്കെ ആയിട്ട് പ്രോഗ്രാംസ് നല്ല ഇൻട്രസ്റ്റിംഗ് ആവാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് കുട്ടികളുടെ മ്യൂസിക്കൽ ചെയർ പരിപാടിയായിരുന്നു. ലേഡീസിൻ്റെ മ്യൂസിക്കൽ ചെയർ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ഒക്കെ ചെയ്തു. കുറച്ച് നേരം പിടിച്ച് നിന്നെങ്കിലും അവസാനം നല്ല അന്തസ്സായി പുറത്തായി. പിന്നെ ആണുങ്ങളുടെ മ്യൂസിക്കൽ ചെയർ, അതും നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു ഗെയിമായിരുന്നു. അവസാനം വരെ പൊരുതി പോരാടുന്ന ഒരു അംഗമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അത് കഴിഞ്ഞ് സുന്ദരിക്ക് പുട്ട് തൊടുന്ന മത്സരമായിരുന്നു. സുന്ദരി മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ഹണി റോസ് ചേച്ചിയായിരുന്നു. ആണുങ്ങൾക്ക് ഈ ഗെയിം കളിക്കാൻ കുറച്ച് ആവേശം കൂടിയോ എന്ന് നല്ല ഡൗട്ടുണ്ട്. എന്തൊക്കെയാണേലും പൊട്ടലേ തൊടാൻ പറ്റൂ, വേറൊന്നും തൊടാൻ പറ്റില്ലല്ലോ എന്ന സമാധാനത്തിൽ ഭാര്യമാരും അവിടെ വളരെ റിലാക്സ്ഡ് ആയിട്ടിരുന്നു. സുന്ദരിക്ക് പുട്ട് തൊടാൻ വേണ്ടി എന്തായിരുന്നു എല്ലാവരുടെയും ആവേശം. എന്തൊക്കെയാണേലും ദാറ്റ് വാസ് ദ ഫണ്ണിയസ്റ്റ് ഗെയിം ഓഫ് ഓൾ. അത് കഴിഞ്ഞ് ലെമൺ റേസ് ആയിരുന്നു. സെയിം ഓർഡർ, പിള്ളേർ സെറ്റിന് വേണ്ടിയിട്ട് ഒരു റൗണ്ട്, ലേഡീസിന് പിന്നെ ജെൻസിന്. അത് കഴിഞ്ഞ് വടംവലിയായിരുന്നു. ഒരു വാശിയേറിയ മത്സരം തന്നെയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വടംവലിയൊക്കെ ഇങ്ങനെ നേരിട്ട് കാണുന്നത് എൻ്റെ കോളേജ് ലൈഫ് ആദ്യമായിട്ടായിരിക്കും. ഒരുപാട് വർഷത്തിന് ശേഷമാണ് ഈ വടംവലിയൊക്കെ ഇരുന്ന് കാണുന്നത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ ഇത് നേരിട്ട് ഇങ്ങനെ കാണുമ്പോൾ. വടംവലിയുടെ വീരും വാശിയൊക്കെ കണ്ടത് ഈ ഒരാളും ഇവിടെ ഒരു കൈ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഓണമായിട്ട് ഇൻസ്റ്റയിൽ റീലൊന്നും ഇട്ടില്ലെങ്കിൽ മോശമല്ലേ? അപ്പോൾ ഇരിക്കട്ടെ ഒരു ട്രെൻഡിങ് ഓണം റീൽ. പിന്നെ എല്ലാ ചേട്ടന്മാർക്കും ലാസ്റ്റ് ഒരു സസ്പെൻസ് ഗെയിം ഉണ്ടായിരുന്നു. 3 മിനിറ്റിൽ സാരി എടുക്കുക. സാരി എങ്ങനെ എടുക്കുക എന്നുള്ളത് ചേട്ടന്മാർ പഠിപ്പിച്ചു തന്നു. കഷ്ടപ്പെട്ട് സാരി എടുക്കുന്ന എനിക്ക് അവരുടെ സാരി എടുക്കൽ കണ്ടിട്ട് വീണ്ടും യൂട്യൂബ് നോക്കി സാരി എങ്ങനെ എടുക്കുക എന്നുള്ളത് പഠിക്കേണ്ടി വരും. കാരണം അവരുടെ സാരി എടുക്കുന്നത് കണ്ട് ഉള്ളതും കൂടി ഇല്ലാണ്ടായി. നോ ഒഫെൻസ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പ്രൈസ് ഡിസ്ട്രിബ്യൂഷനോട് കൂടി പ്രോഗ്രാംസൊക്കെ നല്ല ഭംഗിയായി കഴിഞ്ഞു. ശരിക്കും 2025 ഓണം നല്ല കളറായിരുന്നു. നാടും വീടൊക്കെ വിട്ട് ലൈഫിൽ എന്തൊക്കെയോ നേടാനുള്ള ഓട്ടത്തിനിടയിൽ ഇങ്ങനെ ഒരു കൊച്ചു കൊച്ചു സന്തോഷം ഉണ്ടാകുന്നത് വളരെ വളരെ അത്യാവശ്യമാണ്. കാരണം ഈ ഫെസ്റ്റിവൽ ടൈമിലാണ് വീട്ടുകാരെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ പരിപാടികൾ കൂടുമ്പോഴാണ് ആരൊക്കെയോ കൂടെ ഉള്ളതുപോലെ തോന്നുക. ഫ്രണ്ട്സ് ലൈക്ക് ദീസ് സ്ലോലി സ്റ്റാർട്ട് ബിക്കമിങ് ലൈക്ക് ഫാമിലി. അങ്ങനെ ഒരു കളർഫുൾ ഓണം 2025 ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അവരവരെ പ്രാരാബ്ധ ജീവിതത്തിലേക്ക് തിരിച്ചു പോവുക. ഇനി അടുത്ത കൊല്ലം കാണാം ഇതിലും ഗംഭീരമായിട്ട് ഓണം ആഘോഷിക്കാൻ. സോ until then, bye bye, take care from the Twin Chronicles.